2019 തൊട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള കേസുകൾ, ആ കേസുകളുമായി ബന്ധപ്പെട്ട് അതിനുശേഷം മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണ്? എന്തെങ്കിലും രീതിയിൽ മുഖ്യമന്ത്രി RSSനെതിരെയോ ഈ ഭരണകൂടത്തിന്റെ ദുശ്ചെയ്തികൾക്ക്, പ്രത്യേകിച്ച് സംഘപരിവാർ ഭരണകൂടത്തിനെതിരെയോ ശബ്ദിക്കാൻ തയ്യാറാകുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ പ്രിയപ്പെട്ട സനോജിന്റെ അടുത്തേക്ക് വീണ്ടും വരികയാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് DYFI പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് എല്ലാ തെളിവുകളും നമ്മുടെ മുൻപിലുണ്ട്? തൃശ്ശൂർ പൂരം അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ വിഷയം മാത്രമല്ലല്ലോ, മതമൈത്രിയുടെ കൂടി വിഷയമാണ്. കേരളത്തിന്റെ സാംസ്കാരിക നഗരിയിൽ ഇതുപോലൊരു വലിയൊരു പൂരം നടക്കുമ്പോൾ അത് RSSന് വേണ്ടി, BJPക്ക് വേണ്ടി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായൊരു റിസൾട്ട് ഉണ്ടാക്കാൻ അത് കുളമാക്കി കൊടുത്ത ആളാണ് MR അജിത് കുമാർ എന്ന് CPI അടങ്ങുന്ന സംഘടനകൾ പോലും പറഞ്ഞിട്ട് അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചോ? പിന്നെ ഇവർ പറയുന്നുണ്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അൻവറാണല്ലോ സാമ്പത്തിക ക്രമക്കേടുകൾ, സ്വർണ്ണ തട്ടിപ്പൊക്കെ നമ്മളുടെ മുൻപിലും കൊണ്ടുവന്നത്, അദ്ദേഹത്തിന് വിവരം ലഭിച്ചു, അദ്ദേഹം മുൻപിൽ കൊണ്ടുവന്നു. ഇവർ പറയുന്നത് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്നാണ്. DYFI സെക്രട്ടറിയോടുള്ള എൻ്റെ ചോദ്യം, ആരാണ് അന്വേഷിക്കുന്നത്? ഒരു സ്ഥാപനത്തിൽ ഒരു മേധാവിക്കെതിരെ ഒരു പരാതി വന്നാൽ ആ മേധാവിക്ക് കീഴിലുള്ള ആളുകൾ ആ കേസ് അന്വേഷിക്കുകയോ? ഇവിടെ എന്താ ഉണ്ടായത്? ഇവരൊരു കമ്മിറ്റിയെ വെച്ചു. ആരാ കമ്മിറ്റിയിൽ ഒന്ന് തിരുവനന്തപുരത്തിന്റെ കമ്മീഷണറാണ്, ഒന്ന് തൃശ്ശൂരിന്റെ റേഞ്ച് IG ആണ്. ഇതൊക്കെ ആരാണ്? നേരിട്ട് പോയി ADGP MR അജിത് കുമാറിന് റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകളെ വെച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിൽ വലിയ മേനി നടിക്കുന്നു. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് ഈ കമ്മിറ്റിയിൽ വിശ്വാസമില്ല, ഒരു ജുഡീഷ്യൽ അന്വേഷണം നടക്കണം. ഇവിടെ PV അൻവർ മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപാകെയുള്ള ഗുരുതരമായ ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വെക്കണം. എന്തുകൊണ്ട് ആ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് DYFI അടങ്ങുന്ന, ഇപ്പൊ വിധേയത്വം ബാധിക്കാത്ത CPMകാരുണ്ടെങ്കിൽ അവർ പോലും ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറയുന്നില്ല? ഒരു ചോദ്യം അവിടെ കിടക്കല്ലേ? രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കൂ, ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ആരോപണം ചെറുതാണോ? ഇന്ന് അൻവർ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെ ശരിവെക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മൾ കാണുകയല്ലേ? അൻവർ എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി RSSന് അടിമപ്പെട്ടു പോയിരിക്കുന്നു. ശരിയല്ലേ? നിങ്ങൾ നോക്കൂ, 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അത് ഇന്ത്യയെ സംബന്ധിച്ച് അതിനിർണായകമായിരുന്നു. ആ ഇന്ത്യയെ സംബന്ധിച്ച് അതിനിർണായകമായ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി മുൻകൈ എടുത്തുകൊണ്ട് ഇന്ത്യ സഖ്യം, ഈ രാജ്യത്ത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന വിശാല ആശയത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോയി. ആ ഘട്ടത്തിൽ എന്തായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിലപാട്? കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരെ തെലങ്കാനയിൽ പോകുന്നു, KCRനെ കാണുന്നു. മൂന്നാം മുന്നണി എന്ന് പറയുന്ന, അതായത് വിശാല ഇന്ത്യ സഖ്യത്തിന് തുരങ്കം വെക്കുന്ന നയം സ്വീകരിച്ചു കൊടുത്തു. ആർക്ക് വേണ്ടിയായിരുന്നു? RSSന് വേണ്ടിയല്ലായിരുന്നോ? അത് പരാജയപ്പെട്ടു പോയി. അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ അവർക്ക് സാധിച്ചില്ല. രണ്ട്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 3 തവണ ഇന്ന് ഈ കേരളത്തിൽ വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിണറായി വിജയനെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ കോട്ട് ചെയ്ത് 3 തവണ പ്രസംഗിച്ചു പോയി. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു മറുപടി നരേന്ദ്രമോദിക്ക് കൊടുത്ത് നമ്മളുടെ ആരുടെയും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? മൂന്നാമത് നിങ്ങൾ നോക്കൂ, എല്ലാ BJP ഇതര മുഖ്യമന്ത്രിമാരും, കേരളത്തിലെ മുഖ്യമന്ത്രി ഒഴികെ BJP ഇതര മുഖ്യമന്ത്രിമാർ, നേതാക്കൾ തങ്ങളുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ RSSനെതിരെയുള്ള പ്രചരണം നടത്താൻ ഈ രാജ്യത്താകമാനം സഞ്ചരിച്ചു. എന്നാൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ നാൾ തന്നെ മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി RSSനെതിരെ പ്രസംഗിക്കാനല്ല നിന്നത്. കേരളത്തിൽ നിന്ന് നേരെ പോകുന്നു ഇന്തോനേഷ്യയിലേക്ക്. ആര് പ്രീണിപ്പിക്കാൻ? RSSനെ പ്രീണിപ്പിക്കാൻ. അതിനുശേഷം എന്താ? അതൊന്നും വേണ്ട, നിങ്ങളൊക്കെ മാറ്റിവെച്ചോ. ഈ കേരളത്തിന് പുറത്ത് BJPയുടെ ഘടക കക്ഷിയായിട്ടുള്ള RJD കേരളത്തിനകത്ത് പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ മന്ത്രിയുള്ള ഒരു പാർട്ടിയായി മാറുകയാണ്. അപ്പൊ ഇതൊക്കെ ശരിവെക്കുന്നത് കൃത്യമായി RSSന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഒരുപക്ഷെ RSSന്റെ കീഴിലേക്ക് കേരള ഭരണത്തെ അടിയറവ് വെച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തിനു വേണ്ടി? ആ ചോദ്യം കൂടിയുണ്ടല്ലോ. ഇപ്പം വെറുതെയാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ മുഖ്യമന്ത്രിക്കൊഴികെ ഈ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കൾക്കുമെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവരുടെ വീടുകളിൽ പോകുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടയ്ക്കുന്ന എല്ലാ നടപടികളും ഉണ്ടാകുന്നു. ഒരു ആരോപണങ്ങളും ഇല്ലാതെ തന്നെ. ഇപ്പോൾ ചിദംബരം അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കളെയൊക്കെ ജയിലിലിട്ടത് എന്തിനു വേണ്ടിയായിരുന്നു? DK ശിവകുമാർ അടങ്ങുന്ന നേതാക്കളെ ജയിലിലിട്ടത് എന്തിനു വേണ്ടിയായിരുന്നു? ഇവരെല്ലാം നിരന്തരം അതിനൊക്കെ മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധിയെയും ശ്രീമതി സോണിയാഗാന്ധിയെയും ഇന്നും വേട്ടയാടുന്നുണ്ടല്ലോ. എന്തിനു വേണ്ടി? ഈ RSSനെതിരെ പ്രതികരിക്കുന്ന BJP ഇതര രാഷ്ട്രീയ കക്ഷികൾ അവർ വേട്ടയാടുന്നു. ഏറ്റവും ഒടുവിൽ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളും അടങ്ങുന്ന, സോറൻ അടങ്ങുന്ന മുഖ്യമന്ത്രിമാരൊക്കെ ജയിലിൽ പോയി. ആ ആരോപണത്തിനേക്കാൾ എത്രയോ ഇരട്ടി ഗുരുതരമായ ആരോപണം കേരളത്തിൽ നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ കിടന്നത് 112 ദിവസം ജയിലിൽ. രണ്ടാമത് മുഖ്യമന്ത്രിയിലേക്ക് ചോദ്യവുമായി എത്താം.
നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ. ആ 2019 കേസ് തൊട്ട് പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ ഘട്ടം നിങ്ങൾ പരിശോധിക്കുക. കേരളത്തിലെ ലൈഫ് തട്ടിപ്പ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നു, കേസ് എവിടെ വരെ എത്തി? കരുവന്നൂരിലെ തട്ടിപ്പ് കേസ് എവിടെ എത്തി? ഇതൊക്കെ പോട്ടെ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള മാസപ്പടി കേസ് SFIO അന്വേഷണം നടക്കുക, നമ്മൾ അതിനെപ്പറ്റി ഒരു വാർത്തകളും കേൾക്കുന്നില്ല. ആ അന്വേഷണം എവിടെയാണ് നിൽക്കുന്നത്? കേന്ദ്രത്തിന്റെ കീഴിലുള്ള CBI അന്വേഷിക്കുന്ന ലാവ്ലിൻ കേസ് നോക്കൂ നിങ്ങൾ. രാജ്യത്ത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിന് കിട്ടുന്ന പരിരക്ഷയാണോ കേന്ദ്രം നൽകിയത്? 44 തവണയാണ് CBI അന്വേഷണം കേന്ദ്രം മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കേന്ദ്രത്തിൽ മൈക്കിന് മുൻപിൽ വന്ന് RSS വിരുദ്ധത പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതോ കാലം ഇവരുമായി ഐക്യപ്പെട്ടു പോയി എന്ന് പറയാതിരിക്കാൻ അതുകൊണ്ട് വി കെ സനൂജ് അടങ്ങുന്ന CPM നേതൃത്വത്തിൽ ആർക്കെങ്കിലും ഇത് ഇനിയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല.